തലസ്ഥാന നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ സ്മാർട്ട് റോഡുകളിലേക്കാണിനി. ഇന്ന് വൈകുന്നേരമാണ് 12 സ്മാർട്ട് റോഡുകളും നഗരത്തിന് സമർപ്പിക്കുന്നതെങ്കിലും ഇരുകൈയും നീട്ടിയാണ് ജനങ്ങൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഡബിൾ സ്മാർട്ടായ ഈ റോഡുകളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടുവരാം. ഡബിൾ സ്മാർട്ടായിരിക്കുകയാണ് തലസ്ഥാന നഗരം. അപ്പോൾ ഈ ഡബിൾ സ്മാർട്ടായ റോഡിലൂടെ പോകുന്ന ആളുകൾക്കും യാത്രക്കാർക്കും എന്താണ് പറയാനുണ്ടാവുക? അടിപൊളിയായിട്ടുണ്ട്. പഴയതുപോലെ അല്ലല്ലോ, സ്മാർട്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ പോകില്ലേ, അതുപോലെ ഉണ്ട്. ഇതൊക്കെ തന്നെ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്താലും മതി. ഇപ്പോൾ നല്ല സെറ്റായി. അടിപൊളിയല്ലേ? നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. നമ്മളിത് എവിടെയും കണ്ടിട്ടില്ല. എനിക്കൊന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ആദ്യമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. സ്മാർട്ടായിട്ടുണ്ട്. ഇപ്പം നല്ല സ്മാർട്ടായിട്ടാണ്. നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് ബെറ്ററാണ്. ഇതേ ഒരു ക്വാളിറ്റി വി ഹാവ് ടു എക്സ്റ്റെൻഡ് ടു ഓൾ അവർ ട്രിവാൻഡ്രം സിറ്റീസ് റോഡ്. സോ ഇത് കൊള്ളാം, ക്വാളിറ്റി കൊള്ളാം. വലിയ കുഴപ്പമൊന്നുമില്ല. യാത്രക്കാർക്ക് നടന്നു പോകാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ നല്ല അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പണ്ടത്തെ കാട്ടി വെച്ച് കൊള്ളാം. അപ്പോൾ സ്മാർട്ടായിട്ടുണ്ട്. നല്ലതാണ്, നല്ല മോഡിഫിക്കേഷനായി. പ്രത്യേകിച്ച് ഈ മാനവീയം വീതി, ഈ റോഡൊക്കെ നമുക്കിപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകാനായിട്ട്, ബസ്സായാലും നടന്നായാലും. ഇപ്പോൾ നല്ല കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മാനവീയം റോഡും ഈ റോഡും എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ ഓഫീസ് ഇവിടെയാണ്. സോ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. സോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. സൈക്കിൾ ട്രാക്ക് വേണം, അത്യാവശ്യമാണ്. ട്രാഫിക് കുറവായിരിക്കുമ്പോൾ സൈക്കിൾ യൂസ് ചെയ്യാമല്ലോ. കൊള്ളാം. അതെ, നല്ല വൃത്തിയുണ്ട്. നല്ല ഭംഗിക്കാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതെ, മാറ്റമുണ്ട്. പിന്നെ നടുക്ക് വെച്ചിരിക്കുന്ന അത് ബീം ലൈറ്റിനെ തടയാനുള്ളതാണ്. അത് നന്നായിട്ട് തോന്നുന്നു. ഞാനിവിടെ 2 കൊല്ലമായിട്ടാണ് ഇവിടെ എത്തിയിരുന്നത്. 2 കൊല്ലമായിട്ട് നല്ല മാറ്റമുണ്ട്. ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, നല്ല മാറ്റങ്ങളാണ്. മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഡ്രെയിനേജില്ലേ, അതിൻ്റെ ആ ഒരു അടപ്പ് പോലത്തെ സാധനം, അത് കുറച്ച് ഹൈ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം ലെവലാക്കി. നൗ ഇറ്റ്സ് അടിപൊളിയാണ്. കൊള്ളാം. ഇപ്പോൾ കൊള്ളാം, റോഡ് കൊള്ളാം. ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം എല്ലാ മെയിൻ റോഡുകളെല്ലാം നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ കൊള്ളാം, ഒട്ടിക്കാനൊക്കെ സുഖമുണ്ട്. ലോകോത്തര നിലവാരത്തിൽ ഉയർന്ന ഈ റോഡുകളെല്ലാം ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് ഈ 12 റോഡുകളും സമർപ്പിക്കുമ്പോൾ സ്മാർട്ട് റോഡിൽ സ്മാർട്ടാകാൻ ആളുകളും റെഡിയായിരിക്കുകയാണ്. അജിത് കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.